ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ എം.ആർ. അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ്, വളരെ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ നടപടി റദ്ദാക്കാൻ എന്തൊക്കെയാണ് കോടതി കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്? ഈ സ്ത്രീകൾക്കെതിരായ കടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് ഈ തരത്തിലുള്ള ഇളവുകൾക്ക് അർഹതയില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണോ കോടതി എത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വൈകി വന്ന ഒരു പശ്ചാത്താപമായിട്ട് തന്നെ ഈ ഒരു വിധിയെ വിലയിരുത്തുവാൻ കഴിയും. ഇരകളോട് ദീനാനുകമ്പ നിയമം കാണിക്കുക എന്നത് ക്രിമിനൽ നിയമത്തിന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു തത്വമാണ്. എന്നിരിക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കോടതിയെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് കോടതി ഉത്തരവുകൾ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ മുമ്പ് ഒരു ഉത്തരവ് ഈ കക്ഷികൾക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം അപലപിച്ചുകൊണ്ട് എവിടെയാണോ വിചാരണ നടന്നത്, ഏത് സംസ്ഥാനത്താണോ വിചാരണ നടന്നത്, ആ സംസ്ഥാനത്തിലെ സർക്കാരാണ് ഇത്തരത്തിൽ റെമിഷന് അധികാരമുള്ള സർക്കാർ എന്ന ഒരു പ്രസക്തമായിട്ടുള്ള പ്രഖ്യാപനവും സുപ്രീം കോടതി ഇതിൽ നടത്തിയിട്ടുണ്ട്. വൈകി വന്ന ഒരു വിധിയാണെങ്കിൽ കൂടിയും ഈ ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി പീഡിപ്പിച്ച, അവരുടെ കുടുംബാംഗങ്ങളെ കൊല ചെയ്ത ഈ കൊടും കുറ്റവാളികൾ തെരുവിലൂടെ ഹാരമണിഞ്ഞ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന, അത് ബിൽക്കിസ് ബാനു ആയിക്കൊള്ളട്ടെ, ഏതൊരു ക്രിമിനൽ കുറ്റത്തിലെ ഇരയായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത് ഈ ക്രിമിനൽ നിയമത്തിന്റെ തന്നെ ബഹുമാന്യത നശിപ്പിക്കുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. അതിനൊരു മാറ്റമാണ് സുപ്രീം കോടതി ഇവിടെ കുറിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്നും ഇത്തരമൊരു തീരുമാനം വൈകിയാണ് വന്നതെങ്കിലും തീർച്ചയായിട്ടും അത് ഇരയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുറിവുകൾ ഉണക്കുവാൻ, ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുവാൻ കിട്ടിയ ഒരു അവസരമാണ്. തികച്ചും സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ്, ഇതിൽ ഗുജറാത്ത് സർക്കാരിന് പ്രതികളെ വിട്ടയക്കാൻ അവകാശമില്ല എന്ന ഒരു കൺക്ലൂഷനിലേക്കാണോ കോടതി എത്തിയിരിക്കുന്നത്? വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിന് ഈ നടപടിക്രമങ്ങൾ വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു സൂചന ഇക്കാര്യത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വിധത്തിൽ നീങ്ങാനുള്ള ഒരു അവസരം ഈ വിധി ബാക്കി വെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും റെമിഷൻ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടും അത് സർക്കാരിന്റെ ഒരു തീരുമാനമാണ്. അത് ഏത് സംസ്ഥാനത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കൊടും ക്രൂരതകളിൽ ശിക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് റെമിഷൻ, ഇത്തരത്തിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവർക്ക് റെമിഷൻ കൊടുക്കാൻ കഴിയില്ല എന്ന് ഗുജറാത്തിന്റെ ചട്ടങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിലെ സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടതെങ്കിൽ ആ സംസ്ഥാനത്തിൽ നിലവിലിരിക്കുന്ന ചട്ടങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമേ അങ്ങനെ തീരുമാനിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നിരിക്കെ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവിടുത്തെ ചട്ടങ്ങളുടെ, ഇപ്പോൾ നിലനിൽക്കുന്ന ചട്ടങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമേ അത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അവർക്ക് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ ചട്ടങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു പരിധിവരെ അതിനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കപ്പെട്ടുവോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. ഈവൻ ദെൻ ഒരു ആർബിട്രറി ആയിട്ടുള്ള, അതായത് തോന്നിയ രീതിയിൽ ഇനി ഒരു തീരുമാനം എടുക്കുവാൻ ഒരു സർക്കാരും ധൈര്യപ്പെടുകയില്ല എന്നുകൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ പ്രഖ്യാപനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇരയോട് ദീനാനുകമ്പ കാട്ടുക എന്നത് നിയമത്തിന്റെ ബഹുമാന്യതയ്ക്ക് അനിവാര്യമാണ് എന്നതുകൂടെ ഈ ഒരു ഉത്തരവ് ഊട്ടിയുറപ്പിക്കുന്നു. ഈ ബിൽക്കിസ് ബാനു കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് തന്റെ ബലാത്സംഗം ചെയ്തവർക്ക് ഇറങ്ങി നടക്കാനുള്ള ഈ രീതിയിലുള്ള അവസരം കൊടുക്കുന്നത് തന്റെ മാന്യമായി ജീവിക്കാനുള്ള തന്റെ അവകാശം ഹനിക്കുന്നതാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ എന്തെങ്കിലും സുപ്രധാനമായ പരാമർശങ്ങൾ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിയിലുണ്ടോ? വിധി പ്രഖ്യാപനത്തിന്റെ പകർപ്പ് ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? ഞാൻ ഓപ്പറേഷണൽ പാർട്ട് മാത്രമല്ലേ കോടതിയിൽ വായിക്കുകയുള്ളൂ. ഞാൻ ആ കോടതിയിൽ ഇല്ലായിരുന്നു, ഞാൻ മറ്റൊരു കോടതിയിലായിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ജഡ്ജ്മെന്റ് അവൈലബിൾ ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ എം.ആർ. അഭിലാഷ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചത്. എന്തായാലും